Hello. Hi, Hello. ma'am. Good evening. Yes. Good Hi, evening, ma'am. Good everyone. evening. Good Good evening. evening, ma'am. Good evening, ma'am. Yes. So yes, good evening, everyone. Good evening, and welcome to 90 plus double power tuition, the world's first learning assurance model. So yes, before getting into the session, let me just tell you a few things about the double power model and make sure that you people are turning on your camera and you are on camera. Okay. So yes, in double power model, initially we will be having a concept oriented session which is followed by a workout session. So what are all the topics that we are learning in the concept session? We will be having a workout session based on that in the next day. Okay, so that we will make sure that the learning process has been completed and you people are able to solve the questions which are related to the topic. So yes, that's it. So we are already done with the day 1 concept, day 1 workout, day 2 concept, day 2 workout and day 3 concept of the chapter. And here we are in the day 3 workout of the chapter. So let me tell you how we are going to conduct the workout. You people might be knowing, but today since it is the day 3 workout, yeah, since it is the day 3 workout here, you will be having a written exam today. Okay. So initially നമുക്ക് എന്താണ് ഒരു വർക്ക്ഔട്ട് സെഷൻ ഉണ്ടായിരിക്കും. വർക്ക്ഔട്ട് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വർക്ക്ഔട്ട്. ഒരു 1 hour ആയിരിക്കും. ലാസ്റ്റ് ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനുള്ള ടൈമാണ്? എക്സാമിനുള്ള ടൈമാണ്. ഞാൻ എക്സാം ആക്ടിവേറ്റ് ചെയ്യും. ഹാഫ് ആൻ അവർ ആണ് നിങ്ങളുടെ മാക്സിമം ടൈം എന്ന് പറയുന്നത്. അതിനുള്ളിൽ എല്ലാവരും എക്സാം സബ്മിറ്റ് ചെയ്തിരിക്കണം. Okay, maximum നിങ്ങൾക്ക് അത്ര ടൈം ആണ് ഉണ്ടാവുക എക്സാം സബ്മിറ്റ് ചെയ്യാനായിട്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു പീപ്പിൾ ആർ സബ്മിറ്റിംഗ് ദി എക്സാം ഓൺ ടൈം ആൻഡ് ആരും അതിൽ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും വരുത്തരുത്. ഹോപ്പ് ഇപ്പൊ 1-2 സൈക്കിൾ പോയി കാണും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എക്സാം സബ്മിഷനെ പറ്റിയിട്ട് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, യെസ്, ഐ തിങ്ക് തിങ്സ് ആർ ക്ലിയർ ടു യു. അപ്പൊ നമുക്ക് മെല്ലെ സെഷനിലോട്ട് പോവാം. ആൻഡ് വൺ മോർ തിങ്, ഇന്നലത്തെ എക്സാമിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മൾ ഇത്രയും ദിവസങ്ങളിലായിട്ട് എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്, ഒരു കേസ് തന്നാൽ എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ പഠിച്ചു. ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ഓർഡർ ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ്? ആദ്യം നമ്മൾ പരാന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ചെയ്യണം. ദെൻ നമ്മൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ, ആ ഒരു കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുവരെ ടിൽ നൗ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. സോ ഇതിന്റെ ഒരു ആസ് എ ഹോൾ ഒരു വർക്ക്ഔട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാവുക. ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി ഹാവിംഗ് ദി എക്സാം ആസ് വെൽ. ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ ടു യു. സോ വെൽക്കം ടു ദ ടുഡേസ് സെഷൻ വൺസ് അഗൈൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ ഇനി ഞാനിപ്പോ ഇരുന്ന് പാട്ട് പാടാൻ എന്നെ കൊണ്ട് തുടങ്ങിപ്പിക്കരുത്. ആൻഡ്രിയ, ശ്രേയ, ഇഷാൻ, അഞ്ജലീന, ഇത്രയും പേരാണ് ഇന്ന് കയറിയതിന്റെ കൗണ്ട് കുറവാണ്. അതുകൊണ്ട് 4 പേരാണ് ക്യാമറ ഓൺ ആക്കാണ്ടിരിക്കുന്നത്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു പീപ്പിൾ ആർ ഓൺ ക്യാമറ. ഓക്കെ, ഇതിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കരുത്. യെസ്, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. വർക്ക്ഔട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വലിയ ക്വസ്റ്റ്യൻ കാണാൻ മാത്രം വലിയ ക്വസ്റ്റ്യൻ ആണ്. അത്രയും വലിയ എന്താ പറയാ, ഒരുപാട് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കേസ് ഒന്നല്ല. എല്ലാവരും ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിഖിത, ശ്രീജ, രാമൻ ആൻഡ് നിഷ went to a coffee shop and ordered 4 cupcakes. Each cupcake cost rupees 28. They were happy with the waiter's service, so they decided to give a tip of rupees 10 to the waiter. First question is, write an expression describing the total amount they spent. Also find the value of total amount spent. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if 3 more friends of those children join them and the tip amount remains the same, how much will they have to spend? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Write a new expression for the situation and identify the terms and total amount spent. ഇതാണ് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതായത് 4 പേര് ഒരു കോഫി ഷോപ്പിൽ പോയി ഒരു കപ്പ് കേക്കിന് 28 റുപ്പീസ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു കപ്പ് കേക്ക് ഓർഡർ ചെയ്തു. വെയിറ്റർ സർവീസ് നല്ലതായതുകൊണ്ട് വെയിറ്ററിന് അവർ എന്തുകൂടെ കൊടുത്തു? ഒരു 10 രൂപ ടിപ്പും കൂടെ കൊടുത്തു. ആദ്യത്തെ കേസിൽ നിങ്ങൾ ഇതിന്റെ എന്ത് ഫോം ചെയ്യണം? ഇതിന്റെ ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ നിങ്ങൾ ഫോം ചെയ്യണം, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്.
രണ്ടാമത്തെ കാര്യം പറയുന്നത് 3 ഫ്രണ്ട്സും കൂടെ അവരുടെ കൂടെ ജോയിൻ ചെയ്തു, അവരും കപ്പ് കേക്ക് കഴിച്ചു. പക്ഷെ അവിടെ ഇവർ കൊടുക്കുന്ന ടിപ്പ് എമൗണ്ടിൽ വ്യത്യാസമൊന്നുമില്ല. സോ അവിടത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്രഷൻ ഫോം ചെയ്യണം, ടോട്ടൽ അവര് സ്പെൻഡ് ചെയ്ത വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. സോ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് അതിന്റെ ആൻസർ എഴുതുക. ഞാൻ റാൻഡം ആയിട്ട് ഇന്നലെയൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരാളെ ഞാൻ വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അയാൾ എനിക്ക് അതിന്റെ ആൻസർ പറഞ്ഞു തരണം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മീ ആസ്ക്. കുറച്ച് പേരൊക്കെ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ആൻസർ ഞാൻ ചോദിക്കുന്നത് സഹസ്രയോടാണ്. സഹസ്ര, ടേൺ ഓൺ ദ മൈക്ക്. Yes, ma'am. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ എക്സ്പ്രഷൻ ഒന്ന് പറഞ്ഞേ. 28 into 4 plus 10. വെരി ഗുഡ്. 28 into 4 plus 10 ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ്? ഒരു മിനിറ്റ്. ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എന്താണ്? 28 രൂപയാണ് ഒരു കേക്കിന്. 4 പേരും കേക്ക് കഴിക്കുന്നുണ്ട്. പ്ലസ് ദേ ആർ ഗിവിംഗ് എ ടിപ്പ് ഓഫ് 10 rupees. സോ 28 into 4 plus 10 ആണ് എന്ത് വരുന്നത്, അവിടത്തെ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ ചോദിക്കുന്നുണ്ട്. അലോക പറഞ്ഞേ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ ഇൻ ദിസ് കേസ്? Value 122. 122 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. യെസ്, 122 rupees ആണ് അവരവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? കാരണം 28 into 4 112 വരും. 112 plus 10 122 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 ഫ്രണ്ട്സും കൂടെ ആ ഗ്യാങ്ങിലോട്ട് ജോയിൻ ചെയ്യുന്നു. ടിപ്പ് എമൗണ്ടിൽ അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂ എക്സ്പ്രഷൻ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ടു ദീക്ഷ. ദീക്ഷ, ടെൽ മീ ദ ന്യൂ എക്സ്പ്രഷൻ. ദീക്ഷ, ദീക്ഷ പറഞ്ഞോ, ആ പുതിയ എക്സ്പ്രഷൻ പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ മാം? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ എക്സ്പ്രഷൻ മാത്രം പറയാം. പറഞ്ഞേ ദീക്ഷ. 28 into 3 into 3. Somebody else's mic is on. 28 into 3 plus 10. കഴിഞ്ഞോ? അതെങ്ങനെ കഴിയും? അതെങ്ങനെയാ ശരിയാവുന്നത്? ശരിയല്ലല്ലോ, തെറ്റാണല്ലോ. അതിലവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ധ്യാൻ വിനീത്. ദീക്ഷ ഒന്ന് മൈക്ക് ഓഫ് ചെയ്. ധ്യാൻ വിനീത് പറഞ്ഞു, എന്താണ് ദീക്ഷ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? മാം, എനിക്ക് തോന്നുന്നു ആദ്യത്തെ അവരില് 4 പേരിലായിരുന്നു ഉള്ളത്. അതെ, ഇതില് 3 പേരും കൂടെ എക്സ്ട്രാ വന്നപ്പോ 28 into 7 എഴുതണം. ഒന്നുകിൽ 28 into 7 എഴുതണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 28 into 3 plus 10 plus 28 into 4 എഴുതണം, അല്ലേ? കാരണം ആ 4 പേര് അവിടെ തന്നെ ഉണ്ട്. 4 പേര് എങ്ങോട്ടും പോയിട്ടില്ല. ആ 4 പേരുണ്ട്, കൂടെ ഒരു 3 പേര് കൂടെ വന്നു. ടിപ്പ് എമൗണ്ടിൽ ചേഞ്ച് ഇല്ല. ക്ലിയർ? അതാണ് അവിടുത്തെ കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് വന്നത്, ഇങ്ങനെയാണ് എക്സ്പ്രഷൻ വരേണ്ടത്. പിന്നെ അല്ലെങ്കിൽ ധ്യാന് പറഞ്ഞതുപോലെ ഒന്നിച്ച് into 7 എഴുതിയാലും തെറ്റില്ല. ദീക്ഷ, ഇസ് ദാറ്റ് ക്ലിയർ നൗ? Yes, ma'am. ഓക്കെ,
അശ്വിൻ പി പിള്ളൈ, അങ്ങനെയാണെങ്കിൽ അവർ ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്രയാണ് രണ്ടാമത്തെ കേസില്? 94 rupees. 94. ഓൾറെഡി അവർ ആദ്യത്തെ കേസിൽ 122 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. Plus 122 rupees plus 94 rupees. അത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണുള്ള ആൻസർ ആണ് ഞാൻ ചോദിച്ചത്. 260 rupees. 260യോ? 260 അല്ലല്ലോ. 260 അല്ല. എന്താണ് കാർത്തികിന് എന്തിനാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്? മാം ഇവിടെ അറിയാതെ കൈ കൊണ്ടാണ് ഹൗസിലെ 2 കേട്ടോ. ഇതിന്റെ ആൻസർ പറഞ്ഞേ, ഫൈനൽ ആൻസർ പറഞ്ഞേ. ഇതിന്റെ അതായത് ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ ആണ് ഞാൻ ചോദിക്കുന്നത്. 206 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഗുഡ്. അപ്പൊ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ 4 പേരായിരുന്നു. അപ്പൊ 28 into 4 plus 10 വന്നു, ടിപ്പും കൂടെ ചേർത്തിട്ട്. രണ്ടാമത്തെ കേസിൽ അതിന്റെ കൂടെ ഒരു 3 പേരും കൂടെ വന്നു. സോ 28 into 7 നിങ്ങൾ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ 28 into 3 28 into 4 സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു 10 ആഡ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവറി വൺ. നീരജ് ക്ലിയർ ആണല്ലോ? നീരജ്? Yes, ma'am. ഓക്കെ. സോ എന്താണ് ഹരിഹറിന് എന്താണ് ഇഷ്യൂ? എന്താണ് മനസ്സിലാവാത്തത് ഹരിഹറിന്? ഇത്രയും നേരം ഞാൻ എടുത്തിട്ട് ഇത്രയും നേരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് മോൻ എന്താണ് മനസ്സിലാവാത്തത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇന്നലെ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നോ? എന്തേ കണ്ടില്ല? ഇതിലെന്താ മനസ്സിലാവാത്തേന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു തരാം. ഇയാളുടെ വീഡിയോ സ്റ്റക്ക് ആണ് കേട്ടോ. എനിക്ക് ഗ്ലിച്ച് ഉണ്ട്. എനിക്ക് മീൻസ് മനസ്സിലാവുന്നില്ല ഇയാൾ എന്താ പറയുന്നതെന്ന്. ഹലോ ഹരിഹർ പോയോ? ഹലോ പറഞ്ഞോ. ഞാൻ ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നു മാം. അതെനിക്ക് മനസ്സിലായി. മോൻ റെക്കോർഡിംഗ് കണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല മാം. എന്തു പറ്റി? ഞാൻ റെക്കോർഡിംഗ് മേടിക്കാൻ മറന്നുപോയി. അടിപൊളി. ഇതിലെന്താണ് മനസ്സിലാവാത്തത്? ഹലോ മിസ് പറഞ്ഞില്ലേ 2 മെത്തേഡ് ഉണ്ടെന്ന്? 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾക്ക് 28 into 7 എഴുതാം. 4 plus 3 7 അല്ലേ? അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 ആക്കി എഴുതിയതാ. പുതിയ ജോയിൻ ചെയ്ത 3 പേരുടെയും ഓൾറെഡി ഉണ്ടായിരുന്ന 4 പേരുടെയും വേറെ വേറെ എഴുതിയതാ. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് 28 into 7 plus 10 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. കാരണം എന്തുവാ? 7 പേരല്ലേ? 28 into 3 28 into 4. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ഫോർ എവറി വൺ. ക്ലിയർ ആണെങ്കിൽ ഹാൻഡ് ഡൗൺ ചെയ്തു. ഹൈഹർ ഇത് 2 രീതിയിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, 2 മെത്തേഡ് ഉള്ളതുകൊണ്ട്. ഓക്കെ ആണല്ലോ? എല്ലാവരും ഹാൻഡ് ഡൗൺ ചെയ്തേ. ധ്യാൻ വിനീത് ആൻഡ് ഹരിഹർ ഹാൻഡ്സ് ഡൗൺ. Ma'am, I have a doubt. ആർക്കാണ് ഡൗട്ട് ഇനി? ധ്യാനിന് ഇനി എന്താണ് ഡൗട്ട്? Ma'am, അവിടെ 28 into 3 plus 10 plus 28 into 4 എഴുതിയില്ലേ? അവിടെ നമുക്ക് 28 into 3 plus 28 into 4 plus 10 എഴുതാവോ? അതൊന്നും കുഴപ്പമില്ല. എങ്ങനെ ഓർഡറിലൊന്നും കുഴപ്പമില്ല. പ്ലസ് ഇടുന്നത് കറക്റ്റ് ഇടണം എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫോളോയിങ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെയ്യേണ്ട കാര്യം ഓരോ എക്സ്പ്രഷന്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പെട്ടെന്ന് ചെയ്യാം. ഞാനൊരു 2 minutes നിങ്ങൾക്ക് ടൈം തരാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ 1 by 1 ആയിട്ട് ചോദിക്കും. അപ്പൊ എനിക്ക് ആൻസർ അത് കണക്ക് കിട്ടണം. ഓക്കെ, സോ എല്ലാവരും പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. കൂടുതൽ ഡയലോഗ്സ് ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് സെഷൻസിലൊക്കെ ഇങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ കൺഫ്യൂഷൻസിന്റെയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഞാൻ കുറെ പേരുടെ ആൻസേഴ്സ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആൻസേഴ്സ് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ
എന്താ പറയാ ഞാനിത് കാണുന്നുണ്ട്. ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാരെയും നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ റാൻഡംലി കുറച്ചു പേരെ മാത്രം വിളിക്കുന്നത്. യെസ് അറിയാവുന്നവര് ചാറ്റിലിട്ടോ, കുഴപ്പമില്ല. പക്ഷെ എല്ലാരും ചെയ്യണം, എല്ലാവർക്കും ആൻസറും കിട്ടിയിട്ടുണ്ടാവണം. യെസ്, ആരാണ് വിളിക്കുന്നത്? ആ പറഞ്ഞോ. അശ്വന്ത്. എന്താണ് അശ്വന്ത്? ഇന്നലെ വിളിച്ചവരെന്നും വിളിക്കും. വിളിക്കും. എന്താ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനാണോ അവിടെ ഇരുന്നിട്ട്? പിന്നെ വെറുതെ ചോദിച്ചാ. ഇത് ചോദിച്ചാണോ? കുഴപ്പമില്ല. ഓക്കെ, കുറെ പേരൊക്കെ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. ഞാൻ ഇനി ആർക്കെങ്കിലും ഒക്കെ കിട്ടാത്ത ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് ഒരാളോട് ചോദിക്കുമ്പോ മാം എന്റെ കഴിഞ്ഞിട്ടില്ല, മാം ഞാൻ തുടങ്ങിയിട്ടില്ല എന്നൊന്നും പറയരുത്. എനിക്ക് ഈ 6 ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവരുടെയും റെഡി ആയിട്ട് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം തരുന്നത്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ എഴുതണം. ഇത് എഴുതാൻ എത്ര നേരം വേണമെന്ന് അറിയോ? ഇത് എഴുതാൻ ആകെ ഇത് എന്തായാലും നിങ്ങൾ സം ചെയ്യുമ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ എഴുതണ്ടേ? അപ്പൊ അതിന്റെ കൂട്ടം എഴുതിയാൽ മതി. First question is to Sridha Shyam. Sridha. First question answer പറഞ്ഞേ Sridha. Sridha. Hello. പറഞ്ഞോ. First question answer. 42 plus 67 correct ആണ്. 42 plus 72 minus 47. 72 minus 47 കണ്ടുപിടിക്കുക. Plus 42 ചെയ്യുക. Answer is 67. 67 ആണ് correct ആയിട്ടുള്ള answer. Good. Next question is to Shreya. SHREYA, Shreya, not Shreya. Shreya answer പറഞ്ഞേ second question 103 minus 3 plus 29 കണ്ടുപിടിക്കുക. 103 എന്ന ആൻസറിനെ മൈനസ് ചെയ്യുക. പറഞ്ഞോ ശ്രേയ, എത്ര ആൻസർ വന്നത്? ശ്രേയ പറഞ്ഞോ. ശരിയാണോ നോക്കൂ ചാറ്റ്. ശ്രേയ ഒന്ന് പറഞ്ഞേ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താ, ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നത് 6:42 42 അല്ലെങ്കിൽ 43. ഇപ്പൊ 6:47 ആയി. ഓക്കെ, ആലോചിക്കണം. ഒരു 5 മിനിറ്റ്സ് ഞാൻ ആകെ 5-6 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതും വെറും സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഇപ്പോഴും നിങ്ങൾ ചെയ്തോണ്ടിരിക്കുക എന്ന് പറയുമ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ ശ്രേയ എന്താണ് ശ്രേയ ഇത്രയും ടൈം എടുക്കുന്നത് ചെയ്യാനായിട്ട്? മൈക്കോൺ ചെയ്യ് പറ. എന്താണ് ശ്രേയക്ക് ഇത്രയും ടൈം എടുക്കാൻ കാരണം? ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ഇത്രയും ടൈം വേണോ? സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ ഇത്? എന്തുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്? I'm getting confusing, that's why I was doing. What about Andrea? Andreaക്ക് B ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയോ ആൻഡ്രിയ? എത്രയാ കിട്ടിയത്? 101. അതെങ്ങനാ മോളെ 101 കിട്ടുന്നത്? 73 plus 29 103 മൈനസ് ചെയ്താ 101 കിട്ടുവോ? അത് നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? സിമ്പിൾ ലോജിക് വെച്ച് ആലോചിക്കേ. ഇത്ര 101 103 ആയിട്ട് 2 എണ്ണത്തിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അതൊരിക്കലും വരില്ല. അങ്ങനത്തെ ഒരു ആൻസർ കിട്ടുമ്പോ തന്നെ നമുക്ക് പറയാം അങ്ങനത്തെ ഒരു ആൻസർ ഒരിക്കലും വരില്ല എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? ഒന്ന് റീചെക്ക് ചെയ്യാ. യെസ്, ശ്രീറാം കേശവ് പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞേ. സെക്കൻഡ് വൺ. Ma'am, in the D question, before 12 is a minus there. അപ്പൊ ഞാൻ പറയാം 73 plus 29 ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് 102 ആണ് വരിക. 73 29 കൂടെ കൂട്ടുമ്പോൾ 102 വരും. സോ 103യിൽ നിന്ന് 102 കുറച്ചാൽ ആൻസർ വരുന്നത് 1 ആണ്. ക്ലിയർ? ഫൈനൽ ആൻസർ വരുന്നത് 1 ആണ്. ഭയങ്കര മോശമാണ്. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഇത്ര എളുപ്പം? അതിന്ന് ഡേ 3 ആയി. പഠിച്ചായിരുന്നോ നിങ്ങള് എക്സാമിന് വേണ്ടിയിട്ട്? എനിക്ക് തോന്നുന്നില്ല ഇത്രയും പേരോട് ചോദിച്ചിട്ട് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 117 മൈനസ് ഓഫ് 39 മൈനസ് 18 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേണ്ട വേണ്ട, ഞാൻ ചോദിക്കാം. എനിക്കറിയാം ഇവിടെ അറിയുന്ന കുറെ പേര് ഇരിക്കുന്നുണ്ട്, കറക്റ്റ് ആൻസർ അറിയുന്ന കുറെ പേര് ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവരോട് ചോദിക്കാത്തത് ഞാൻ ചോദിക്കും, ഞാൻ എല്ലാവരോടും ചോദിക്കും. ഓക്കെ, യെസ്. ശ്രീയ, SRIY, ശ്രീയ. ശ്രീയ പറഞ്ഞ ഇതിന്റെ ആൻസർ എന്തുവാ ശ്രീയ? തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? ആ 96. കറക്റ്റ് ആണ്, 96 ആണ് വരുന്നത്. കാരണം എന്തുവാ, 117ൽ നിന്ന് 39 മൈനസ് 18 കുറയ്ക്കണം. 39 മൈനസ് 18 എത്രയാ? 21 ആണ് വരിക. ഇത് രണ്ടും കൂടെ ഡിഡക്ട് ചെയ്യുമ്പോൾ 96 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? 96 ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയത്? യെസ്. That's it. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13 പ്ലസ് inside the bracket minus 12 plus 11. Question is to ഇഷാൻ. ഇഷാൻ പറഞ്ഞേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തുവാ? 10 ആണോ? ഡി ക്വസ്റ്റ്യന്റെ ആൻസർ തെറ്റാണല്ലോ, സ്ലൈറ്റ് മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പ്രജ്ഞാൻ പറഞ്ഞേ. മിസ് 12 ആണ് കറക്റ്റ് ആൻസർ. കാരണം ഞാൻ പറഞ്ഞുതരാം, 13 വരും, പിന്നെ മൈനസ് 12ലൂടെ നമ്മൾ 11 ആഡ് ചെയ്യണം. മൈനസ് 12ൽ നിന്ന് 11 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? മൈനസ് 12ഉം 11ഉം എവിടെ വരും? മൈനസ് 1ലെത്തും. സോ 13 മൈനസ് 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 12. 12 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26 മൈനസ് 17 മൈനസ് 9. അതുൽ ദേവ് ആൻസർ പറഞ്ഞേ. അതുൽ ദേവ് 0 കറക്റ്റ് ആണ്. കാരണം എന്തുവാ, 26 ന്ന് 17 കുറച്ചാൽ എത്ര വരും? 26 മൈനസ് 17 നിങ്ങൾക്ക് കിട്ടുന്നത് 9 ആണ്. 9 ന്ന് 9 പോയാൽ 0. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീരജിന്റെ അടുത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28 മൈനസ് ഓഫ് 36 പ്ലസ് 10 എത്രയാ ആൻസർ നീരജ്? 18 ആണോ മൈനസ് 18 ആണോ? മൈനസ് 18 ആണ് ആൻസർ വരുന്നത്. കാരണം എന്തുവാ, ഇത് വരുന്നത് 28 മൈനസ് 36 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 46 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 18 എന്നാണ് വരിക. ഓക്കെ, ഇതെല്ലാരും ഒന്ന് ചെക്ക് ചെയ്യാ, തെറ്റിയവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാ. മാം ഡി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ആരാ ചോദിക്കുന്നത്? ധ്യാൻ, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഡി ക്വസ്റ്റ്യനിൽ എന്താ പ്രശ്നം? മൈനസ് 12ഉം 11ഉം നിങ്ങൾ നമ്പർ ലൈൻ ആലോചിക്കുക. ഓക്കെ, നിങ്ങൾ ഇന്റിജേഴ്സ് പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിൽ? നമ്പർ ലൈനിൽ എങ്ങനെയാണ് ആഡ് ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ മൈനസ് 12 എന്ന് പറഞ്ഞാൽ 0ന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു നമ്പർ ആണ്. അവിടുന്ന് നമ്മൾ 11 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 11 സ്റ്റെപ്സ് റൈറ്റിലോട്ട് പോരുന്നു. അപ്പൊ അത് എവിടെ എത്തുള്ളൂ? അത് മൈനസ് 1ലാണ് എത്തുള്ളൂ. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 1 ആ. സോ 13 മൈനസ് 1 എത്രയാ? 12. അങ്ങനെയാണ് 12 കിട്ടുന്നത്. ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, നിരഞ്ജൻ എന്താണ് ഡൗട്ട്? മാം ഇതെന്താ ഇവിടെ -18 എവിടെയാ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 28 36 10 എത്രയാ? 46 ആണ്. 28 46 പോയ പിന്നെ നെഗറ്റീവ് അല്ലേ വരിക? ക്ലിയർ? മനസ്സിലായോ നിരഞ്ജൻ? അതൊരു സ്മോൾ നമ്പറിൽ നിന്ന് വലിയൊരു നമ്പർ അല്ലേ പോകുന്നത്. സോ എന്താണ് ആൻസർ? നെഗറ്റീവ് ആയിരിക്കും. നിരഞ്ജന് ക്ലിയർ ആയോ നിരഞ്ജൻ? ഓക്കെ, മൈക്ക് ഹാൻഡ് ഔട്ട് ചെയ്യാ, ക്യാമറ ഓൺ ചെയ്യാട്ടോ. നിരഞ്ജന്റെ ക്യാമറ ഓഫ് ആണ്. ഞാൻ ഇന്നലെ ഇൻഫോം ചെയ്തായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Hope it is clear for everyone. Yeah. Here comes the next question. Arjun reads 12 pages every day. Arjun daily 12 പേജ് വായിക്കുന്ന ഒരാളാണ്. Okay. Yes. Write an expression for the total number of pages he reads in 7 days. 7 ദിവസം കൊണ്ട് ആള് വായിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിന്റെ എക്സ്പ്രഷൻ എഴുതുക, പ്ലസ് ഇതിന്റെ ആൻസറും കൂടെ കണ്ടുപിടിക്കുക. ഞാൻ റാൻഡംലി ഒരാളോട് ചോദിക്കും. ഞാൻ ഒരു 2 മിനിറ്റ് ഈച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ 2 മിനിറ്റിന്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഗിവിംഗ് യു 2 മിനിറ്റ്സ്. ആ 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ
മാം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ എഴുതുന്നേ ഉള്ളൂ എന്നുള്ള എക്സ്പ്ലനേഷൻ പറയരുത്. എല്ലാരും എന്ത് ചെയ്യാ, ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ടൈം തരുന്നത്. ആ ടൈമില് കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ ഉണ്ടാക്കുക. Ma'am, can you just wait a minute? I will leave and join. Who is that? Yeah, my Okay, app okay. is the technology. എന്താണ് ജസൂൽ അഹമ്മദെ മൈക്ക് ഓൺ ആക്കി വെച്ചിരിക്കുന്നത്? എന്താണ് ഇഷ്യൂ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ആവശ്യമില്ലാണ്ട് മൈക്ക് ഓൺ ആക്കി വെക്കരുത് എന്നുള്ള കാര്യം. ഇപ്പൊ ഇതില് ഞാൻ പറഞ്ഞിടാം, നിരഞ്ജൻ, അലോക, അതുൽദേവ്, പ്രജ്ഞാൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് കറക്റ്റ് ആണ്. അതുപോലെ അശ്വിൻ പി പിള്ള, ഇതൊക്കെ കറക്റ്റ് ആണ്. ഞാൻ ഈ ആൻസേഴ്സ് കാണുന്നുണ്ട്, നിങ്ങൾ അയക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അതുപോലെ കാർത്തിക് വി പിള്ളൈ, ദെൻ നീരജ്, ശ്രീറാം, ജസൂൽ, ഇതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ. അതുപോലെ ഇഷാൻ, അഞ്ജലീന, എല്ലാരും പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഐ തിങ്ക് ദിസ് മച്ച് ടൈം ഈസ് ഇനഫ് ടു ഡു ദ ക്വസ്റ്റ്യൻ. അശ്വന്ത് പറഞ്ഞേ, ഇതിന്റെ എക്സ്പ്രഷൻ പറഞ്ഞേ. മാം 12 into 7. 12 into 7 ആണ് എക്സ്പ്രഷൻ വരിക. എന്തുകൊണ്ടാ അങ്ങനെ? ഒരു ദിവസം 12, ഐ മീൻ എല്ലാ ദിവസവും 12 പേജ് വായിക്കും. അപ്പൊ 7 ദിവസം കൊണ്ട് വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 into 7 ആയിരിക്കും. ആണല്ലോ, 12 into 7 ആണ് അവിടുത്തെ ആൻസർ വരിക, മീൻസ് എക്സ്പ്രഷൻ വരിക. ഓക്കെ. അപ്പൊ ടിയാര പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേജസ് അയാൾ 7 days കൊണ്ട് വായിക്കുന്നുണ്ട്? ടിയാര അറിയത്? അശ്വിൻ പി പിള്ളൈ പറഞ്ഞേ, അവര് 7 ദിവസം കൊണ്ട് എത്ര പേജ് വായിക്കുന്നുണ്ടാവും? 84 pages, ma'am. 84 പേജസ് ആണ് വായിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ. ഒരു ഡേയില് 12 പേജസ് വായിക്കുന്നു. അപ്പൊ 7 daysല് 12 into 7 പേജസ് വായിക്കുന്നു. ഫൈനലി നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് അറ്റ് ദ എൻഡ് ഓഫ് 7 days ആണ് ചോദിച്ചത്. ഇറ്റ്സ് 84. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവറി വൺ. കുറെ പേര് എനിക്ക് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഞാൻ പറ്റുന്നവരുടെ പേര് വായിച്ചിട്ടുണ്ട്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബസ് ട്രാവൽസ് 80 kilometer each day. Write an expression for the total distance it travels in 4 days എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ബസ് ഒരു ദിവസം 80 kilometer ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 4 days കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസിനെ കാണിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, എക്സ്പ്രഷൻ മാത്രമല്ല എന്തുകൂടെ എഴുതിക്കോ, അത് ടോട്ടൽ എത്ര ട്രാവൽ ചെയ്തു എന്നുള്ള ഡിസ്റ്റൻസും കൂടെ എഴുതിക്കോ. ക്ലിയർ? എല്ലാരും ചെയ്യാം. ഒരു 2 minutes തരാം. ആ ടൈം കഴിഞ്ഞിട്ട് പിന്നെ ആരും എന്റെ തീർന്നിട്ടില്ല, ഞാൻ എഴുതുവാണെന്നൊന്നും പറയരുത്. ധ്യാൻ വിനീത് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. പ്രജ്ഞാൻ അത് തെറ്റാണ്. നിരഞ്ജൻ കറക്റ്റ് ആണ്. കാർത്തിക് കറക്റ്റ് ആണ്. ദെൻ ആരാണ്? അതുൽദേവിന്റെ കറക്റ്റ് ആണ്. പിന്നെ അലോകയുടെ കറക്റ്റ് ആണ്. സ്വാതിയുടെ കറക്റ്റ് ആണ്. നീവ് നോയലിന്റെ കറക്റ്റ് ആണ്. ശ്രീയയുടെ കറക്റ്റ് ആണ്. ജസൂലിന്റെ കറക്റ്റ് ആണ്. ഇത്രയൊക്കെയാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൻസേഴ്സ്. ഓക്കെ. നിങ്ങൾ എന്റെ വായിച്ചില്ല എന്ന് പറയരുത്. ഞാൻ മാക്സിമം പറ്റാവുന്ന അത്രയും പേരുടെ വായിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, ഇത്രയും ടൈം മതി ഇത് ചെയ്യാനായിട്ട്. ഓക്കെ. അശ്വിന്റെ കറക്റ്റ് ആണല്ലോ. അഭിജിത്തിന്റെ കറക്റ്റ് ആണ്. അശ്വന്തിന് എന്താണ് മാം എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് അശ്വന്തിന്റെ ആൻസർ ഒന്നും എനിക്ക് കാണുന്നില്ല. മാം ഈസ് ദിസ് കറക്റ്റ്? വാട്ട് കറക്റ്റ്? ഇയാൾ ആൻസർ അയച്ചിട്ടില്ല. അശ്വന്ത് ആൻസർ അയച്ചിട്ടില്ല. എനിക്ക് അല്ലാതെ അയച്ച മെസ്സേജസ് മാത്രമേ വന്നിട്ടുള്ളൂ. കറക്റ്റാ? കറക്റ്റ് ആണ് അശ്വന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ഹരിഹർ രാഹുൽ. ഹരിഹർ പറഞ്ഞോ, ഇതിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? 80 into 4. 80 into 4 ആണ് എക്സ്പ്രഷൻ വരുന്നത്. അതായത് ഒരു ഡേയിൽ 80 kilometer ട്രാവൽ ചെയ്യുന്നു. Then in 4 days it will be traveling 80 into 4. So my next question is to Neve Noel. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അത് എത്ര കിലോമീറ്റേഴ്സ് ആണ് 4 daysൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞേ. 320 kilometers. 320 kilometers ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്.
വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ മക്കളെ, നിങ്ങൾ ഈ റിട്ടേൺ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് അരമണിക്കൂറുണ്ട്, പാനിക് ആവേണ്ട യാതൊരുവിധ ആവശ്യമില്ല. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നല്ല സമാധാനത്തോട് കൂടിയിരുന്ന് ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച്, ആരും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് എഴുതണമെന്നോ അങ്ങനത്തെ ഒരു കാര്യവും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസേഴ്സ് മാത്രമാണ് എഴുതേണ്ടുള്ളൂ. ഓക്കെ, കറക്റ്റ് സ്റ്റെപ്പ് എഴുതി ആൻസേഴ്സ് എഴുതുക. ആൻഡ് ഒന്നുകൂടെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മാം എന്റെ കഴിഞ്ഞ് ഞാൻ ലീവ് ചെയ്യട്ടെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കാണ്ട് എന്ത് ചെയ്യാനുള്ള ബാക്കിയുള്ള സമയം ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, മാക്സിമം നല്ല സ്കോർസ് തന്നെ എല്ലാവർക്കും കിട്ടണം. അത് എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഔട്ട്പുട്ട്, നിങ്ങൾ ഈ പഠിക്കുന്നതിന്റെ ഔട്ട്പുട്ട് നിങ്ങളുടെ എക്സാമിൽ അല്ലെങ്കിൽ പേപ്പറിൽ കാണണം. അപ്പോഴേ ഇതിനൊക്കെ റിസൾട്ട് ഉള്ളൂ. ക്ലിയർ? Hope it is clear for everyone. Next question എന്ന് പറയുന്നത്, fill in the blanks to make expressions equal on both sides of the equal to sign. അതായത് നിങ്ങൾക്ക് ഒരു 4 എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും. Who is that? ജസൂൽ അഹമ്മദ് ആണോ മോനെ? ആണോ? ജസൂൽ അഹമ്മദ് അല്ലേ ഇപ്പൊ പറഞ്ഞത്? മോന്റെ നെറ്റ് ഇഷ്യൂ ആണ്, അതിന് ഞാൻ ബ്രേക്ക് ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ ക്ലാസ്സിൽ ബാക്കി ഒരു 10-30 പേര് വേറെ ഉണ്ട്. മാം എനിക്കും ബ്രേക്ക് ആയി മാം ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എന്റെ വോയിസ് ക്ലിയർ ആണ്? എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് ഇന്ന് നെറ്റ് ഇഷ്യൂ ഇല്ല. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് നെറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ബ്രേക്ക് ആവുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 + 9 = -10 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ അവിടെ നമ്പേഴ്സ് വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാരും ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. എല്ലാരും ചെയ്യാം. Sorry, ma'am. Can I turn off my camera? It's very stuck. Okay, Jasul Ahmad. Okay, Angelina first question answer പറഞ്ഞേ. 15 + 9 = -10. 14. Yes, correct ആണ്. കാരണം എന്താ? 15 + 9 24 ആണ്. അപ്പൊ 10 എന്തോ ഒന്നിന്റെ കൂടെ 10 കൂട്ടുമ്പോ 24 കിട്ടും. എത്രയാ? Obviously 14 ആണ്. Correct? Very good. Next question is to Abhijit SB. 18 + dash = 3 × 9. Abhijit SB ആൻസർ പറഞ്ഞേ ഇതിന്റെ. Abhijit SB 27 ആണോ ആൻസർ? ഞാൻ ചോദിച്ചത് അവിടുത്തെ ഡാഷില് ഏത് നമ്പർ ആണ് നമ്മൾ എഴുതേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. അഭിജിത്ത് SB മോനെ, ആ മൈക്ക് ഒന്ന് ഓൺ ചെയ്തേ മോനെ. മൈക്ക് ഓൺ ചെയ്യാം. അഭിജിത്ത് 18 + dash = 3 × 9 എന്നാണ്. ഡാഷിൽ എഴുതേണ്ട നമ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, so what will be there in the dash? സ്വാതി ഉണ്ടോ അവിടെ? സ്വാതി
സ്വാതി. യെസ് മിസ്, എന്റെ ക്യാമറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, കാരണം വേറെ ഡിവൈസ് ഇല്ല. ഓക്കെ, സ്വാതി പറഞ്ഞേ, ഇവിടെ ഈ ഡാഷിൽ നമ്മൾ എഴുതേണ്ട നമ്പർ ഏതാണ്? 18 plus 9 equals 3 into 9. കറക്റ്റ് ആണ്. 18 plus 9 is equal to 3 into 9 ആണ്. കാരണം 3 9s are 27 ആണ്. സോ 18ന്റെ കൂടെ 9 ചേരുമ്പോഴാണ് ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്ത് കിട്ടുക? 27 കിട്ടുക. വെരി ഗുഡ്. സ്വാതി മൈക്ക് ഓഫ് ചെയ്തോ. ടിയാര, ടിയാര, ടിയാര ആരാണ് വിളിക്കുന്നത്? ആ, ടിയാര പറഞ്ഞോ. ടിയാര, തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ 7 into dash is equal to 56 divided by 2. 7 into ഇപ്പളാ പിന്നെയും ജോയിൻ ആയത് because there is a power cut. next question is to Nesna. Nesna പറഞ്ഞേ, what is the answer for this question? 7 into dash is equal to 56 divided by 2. 7 into 4 is equal to 56 divided by 2. കറക്റ്റ് ആണ്. കാരണം എന്തുവാ? 56/2 നമുക്ക് എത്രയാ കിട്ടുന്നത്? 28 ആണ് കിട്ടുന്നത്. സോ 7 4s ആണ് എന്ത് വരിക? 28 വരിക. ക്ലിയർ? ഓക്കെ. എന്താണ് അഭിജിത്ത്? അഭിജിത്ത് എന്നാ നെക്സ്റ്റ് പറഞ്ഞേ. 45 minus dash is equal to 33. കറക്റ്റ് ആണ്. 45 minus 12 is equal to ആണ് നമുക്ക് എന്ത് വരുന്നത്? 33 വരുന്നത്. കറക്റ്റ് ആണ്. എന്താണ് മൃദുൽ വിജയ്? മൃദുൽ വിജയ് എന്തിനാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്? പറഞ്ഞേ മൃദുൽ വിജയ്. ഹലോ, യെസ് മാം. എന്തിനാണ് ഹാൻഡ് റൈസ് ചെയ്തത്? ക്വസ്റ്റ്യൻ പറയാനാ. ഓക്കെ, ഞാൻ വിളിക്കാം. ഹാൻഡ് ഡൗൺ ചെയ്തോ, ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ വിളിക്കാത്തവരെ വിളിക്കാം. എനിക്ക് തോന്നുന്നു ജസൂൽ അഹമ്മദ്. ഈ ശ്രീദ ശ്യാമിന്റെ ഇഷ്യൂ എന്തായാലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. മോളുടെ ക്യാമറക്ക് എന്താണ് ഇഷ്യൂ? മോളെ പറഞ്ഞാൽ മാത്രമേ ക്യാമറ ഓൺ ആക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇന്നലെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇയാളുടെ അടുത്ത് ക്യാമറ ഓഫാക്കി വെക്കരുത് എന്നുള്ളത്. പ്രത്യേകിച്ച് റീസൺ ഇല്ലാത്തവർ ക്യാമറ ഓഫാക്കി വെക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്, arrange the following expressions in ascending order of ascending, that is increasing order of their values എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ എക്സ്പ്രഷൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ഫ്രം ദി ലീസ്റ്റ് ടു ഹയസ്റ്റ് ആ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യണം. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിട്ട് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് ഞാനൊരു 2-3 minutes തരാം. മാം, ഇതിനകത്തെ ആൻസേഴ്സ് ആണോ അസെൻഡിങ് ഓർഡറിൽ എഴുതേണ്ടത്? അതോ ഇത്ര അതായത് ആദ്യമേ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഓരോന്നിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറെ വാല്യൂസ് കിട്ടുമല്ലോ. ആ വാല്യൂസിന്റെ ബേസിസിലാണ് നിങ്ങൾ ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ആക്കേണ്ടത്. ക്ലിയർ? ചെയ്തേ. നിരഞ്ജന്റെ മൈക്ക് ഓൺ ആണ്, അത് ഓഫ് ചെയ്യാം. ഹരിഹർ രാഹുലിന്റെ മൈക്ക് ഓൺ ആണ്, അത് ഓഫ് ചെയ്യാം.
ആരാണോ പറഞ്ഞോ. ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ സെയിം ആണല്ലോ ആ വരുന്നത്. അതൊന്നും കുഴപ്പമില്ല. സെയിമോ? സെയിം വരുമോ? സെയിം വരുന്നുണ്ട്. സെയിം വരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സെയിം വരുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്തിട്ട് എല്ലാത്തിന്റെ ആൻസർ ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോന്ന്. അതിന്റെ പറഞ്ഞോ. മാം ഇത് ബിഗ് ടു സ്മോൾ അല്ലേ നമ്മൾ എഴുതേണ്ടത്? സ്മോൾ ടു ബിഗ് ആണ് എഴുതേണ്ടത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും വലുതിലോട്ട്. ഓക്കെ, രണ്ട് വാല്യൂസ് സെയിം വരുന്നുണ്ട്. രണ്ടെണ്ണത്തിന്റെ വാല്യൂ സെയിം വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ അത് രണ്ടും ഒപ്പം എഴുതിയാൽ മതി. ഓക്കെ, എന്താണ് ഹരിഹർ രാഹുൽ? ഹരിഹർ രാഹുൽ എന്താണ് പ്രശ്നം? അപ്പൊ മോൻ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനിപ്പോ ഇത്രയും ടൈം തന്നത് പിന്നെ എന്തിനാ? കേട്ടില്ലായിരുന്നു. അപ്പൊ എവിടെയായിരുന്നു? ക്ലാസ്സിലില്ലായിരുന്നോ? ഞാൻ നെറ്റില്ലായിരുന്നു. ഞാൻ പുറത്തുനിന്ന് വന്നതേ ഉള്ളൂ. മുകളില് ലാപ്ടോപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇട്ടിരിക്കുകയായിരുന്നു. നെറ്റില്ലാത്തോണ്ട് താഴെ വന്നത്. മോൻ ഇത്രയും നേരം ഇവിടെ തന്നെ അല്ലേ ഇരുന്നിരുന്നത്? ഞാൻ നേരത്തെ വീഡിയോ നോക്കുമ്പോക്കെ. വാട്ടെവർ, ഇവിടെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്, ഇവിടെ ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഓരോ എക്സ്പ്രഷൻസിനെയും അതിന്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ചെറിയ വാല്യൂ കിട്ടുന്നത് ആദ്യം, ദെൻ വലുത്, അങ്ങനെ അങ്ങനെ ഹാൻഡ് ഡൗൺ ചെയ്തോ. Okay, my next question is to Tiara. Tiara, first expression the answer പറഞ്ഞേ. 85 minus 37 the answer പറഞ്ഞേ. 48. 48 correct ആണ്. Very good. Next 6 into 7 ആണ്. ശ്രീദാശ്യാം പറഞ്ഞേ 6 into 7 the answer. 42. Correct ആണ്. Next question എന്ന് പറയുന്നത് 49 plus 16 ആണ്. ഇസാ തൻവീർ പറഞ്ഞ ഇതിന്റെ ആൻസർ 49 plus 16. 49 plus 16. 65. 65 correct ആണ്. Next question ജസൂൽ അഹമ്മദ് പറഞ്ഞേ 144 by 12. 144 by 12 equal to 12. 12 ആണ്. Okay, next question നിരഞ്ജൻ പറഞ്ഞേ 30 plus 18 ആൻസർ പറഞ്ഞേ. നിരഞ്ജൻ 48. അപ്പോ ഓക്കെ, അപ്പോ കാർത്തിക് ബി പിള്ളൈ പറഞ്ഞ ഇതിന്റെ അസെൻഡിങ് ഓർഡർ പറഞ്ഞ, അതായത് ഏറ്റവും ചെറുത് ആദ്യം പറയാ. ഓപ്ഷന്റെ നമ്പർ പറഞ്ഞാൽ മതി കേട്ടോ. ABCDE ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മതി. അസെൻഡിങ് ഓർഡറിൽ എങ്ങനെയാണ് അതിനെ നമുക്ക് എഴുതാൻ പറ്റുക പറഞ്ഞേ. 12 ഫസ്റ്റ്. അങ്ങനെയല്ല, ജസ്റ്റ് ഇത് പറഞ്ഞു ABCDE അങ്ങനെ പറഞ്ഞാൽ മതി. ഏതാണ് ഫസ്റ്റ് വരുന്നത്? ഡി ആണ് ഫസ്റ്റ് വരുന്നത്. ദെൻ ഡി, അത് കഴിഞ്ഞ് ബി. ഓക്കെ, ബി, എ, ഇ. രണ്ട് ഈക്വൽ ആണ്, പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അതിൽ ഏത് ആദ്യം നിങ്ങൾ ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ പറഞ്ഞു. സി ആണ് കറക്റ്റ് ആണ്. ഇത്രേ ഉള്ളൂ അതിൽ കാര്യം. വളരെ സിമ്പിൾ കാര്യമാണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവ്രി വൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ഹിയർ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പ്രഷൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആയിട്ട് തന്നിട്ടുണ്ട്. നടുവിലൊക്കെ ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ലെസ്സർ ആണോ ഗ്രേറ്റർ ആണോ ഈക്വൽ ടു ആണോ നടുവിലെ ഡാഷിൽ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് ഫില്ല് ചെയ്യണം. അതാണ് ചെയ്യേണ്ട കാര്യം. പെട്ടെന്ന് ചെയ്ത് ഒരു 2 minutes തരാം. എല്ലാവരും അതിനുള്ളിൽ അത് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ വിളിക്കുന്ന സമയത്ത് മാം ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയരുത്. പെട്ടെന്ന് ആയിക്കോട്ടെ.
Okay. Hope everyone are done with that. First question, Abhinav Sijo. Abhinav Sijo. Yes, ma'am. First one into ഒന്ന് പറഞ്ഞേ. First one. 358 plus 429 dash 359 plus 420. Equal. Equal to ആണ്. Very good. Correct ആണ്. രണ്ടും equal ആണ് വരുന്നത്. രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് I think we are getting 779, right? 779 ആണ് വരുന്നത്. Okay. Yes, next Mridul Vijay. Mridul Vijay പറഞ്ഞേ 600 minus 287 is equal to 599 minus like 600 minus 287 dash 599 minus 286. Mridul Vijay. Yes, miss. പറഞ്ഞോ എന്ത് വരും അവിടെ? 600 minus 287 is greater. Greater. Equal അല്ലേ വരുന്നേ മോനെ? Equal ആണ് വരുന്നത് കേട്ടോ. 600 minus 287 equal to 599 minus 286 ആണ് വരിക. കാരണം രണ്ടും 313 ആണ് കേട്ടോ. Yes. Next Dhanvin. Dhanvin ഉണ്ടോ അവിടെ? 715 plus 199 equal dash 716 plus 198. Dhanvin. Dhanvin, are you there? Dhanvin. Dhanvin ഇതുവരെ ഒരു ക്ലാസ്സിൽ പോലും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏത് നേരം ക്യാമറ ഓഫ് ആണ്. ബാക്കിയുള്ളവർ ഈ മൃദുൽ വിജയ്, അഭിനവ് സിജോ, നിരഞ്ജൻ, കാർത്തിക്, ഇഷ്യൂ ഇല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ. നീലിമ. നീലിമ പറഞ്ഞേ എന്താണ് തേർഡ് വണ്ണിന്റെ ആൻസർ? എന്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? നീലിമ. Yes, teacher. 715 plus 199 equal to ആണോ ഗ്രേറ്റർ ആണോ ലെസർ ആണോ? ഡാഷ് 716 plus 198. Equal to. ഓക്കെ. ഈക്വൽ ടു ആണ് വരുന്നത്. കാരണം അപ്പുറം ഇപ്പുറം നമുക്ക് എന്ത് വരും? 914 ആണ് വരിക. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ശ്രേയ. ശ്രേയ SHREYA ശ്രേയ. 845 minus 123 dash 840 minus 118. ശ്രേയ. ശ്രേയ. ശ്രേയ ലീവായി പോയോ അപ്പോഴത്തേക്കും? ശ്രേയ ഇത്ര നേരം ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ശ്രേയ ആൻസർ പറഞ്ഞേ. ശ്രേയ. Shreya. Shreya is not responding. Okay, Ashwant പറഞ്ഞേ. Ashwant. Yes, ma'am. 845 minus 123 dash 840 minus 118. എന്താണ് ആൻസർ? മാം എന്താ പറയാ 845 minus 123 ആണ് ഗ്രേറ്റർ. തെറ്റാണല്ലോ. തെറ്റാണ്. സ്വാതി. സ്വാതി എന്താണ് പറഞ്ഞോ? സ്വാതി ആൻസർ പറയട്ടെ. പറഞ്ഞോ. 845 minus 123 is equal. കറക്റ്റ് ആണ്. രണ്ട് സൈഡിൽ നമുക്ക് എന്താ വരിക? 722 ആണ് വരിക. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നീവ് നോയൽ. നീവ് നോയൽ പറഞ്ഞേ 133 plus 355 dash 132 plus 357. എന്താണ് അവിടെ വരുന്നത്? 132 plus 357 is greater. Yes. Why? Because ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ 488 വരും, ഇവിടെ 489 വരും. ഒരെണ്ണത്തിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. So the symbol is gonna be less than. Okay? Yes. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാരെയും ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാത്ത ആരുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ടാണ് ഞാൻ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് ഇന്ന്. ഓക്കെ. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ. ഓക്കെ. സോ ഇത് അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോ ഇനി ഞാൻ പറഞ്ഞതുപോലെ
നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു മിനിറ്റ്. Yes, that's it. So I hope things are clear for everyone. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റിൽ ഒന്ന് thumbs up ഇട്ടേ എല്ലാരും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, നിങ്ങൾ എക്സാം എഴുതാൻ റെഡി ആണെങ്കിൽ എല്ലാരും ചാറ്റിൽ ഒന്ന് thumbs up ഇടുക. എക്സാം ഉണ്ടോ? ഗുഡ്. യെസ്, ഇന്ന് റിട്ടൺ എക്സാം ഉണ്ട്. ഞാൻ ഇനി അതിന്റെ കാര്യങ്ങൾ ഒന്ന് പറയാം. ഇപ്പോ ഇന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ ആണ് ഈ ചാപ്റ്ററിന്റെ. ഓക്കെ, ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് ഇവിടെ റിട്ടൺ എക്സാം ആണ് ഉണ്ടാവുക. സോ റിട്ടൺ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഞാൻ നിങ്ങൾക്ക് എക്സാം ആക്ടിവേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടൽ വഴി തന്നെ ഈ സംഭവം ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൂടുതൽ സംസാരിക്കാതാവും ചെയ്യാതെ അവനവന്റെ പേപ്പർ നോക്കി എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 8 o'clock വരെയാണ് ക്ലാസ്. അപ്പൊ ചിലരുടെയൊക്കെ നേരത്തെ കഴിയുമായിരിക്കും, ചിലരുടെ നേരത്തെ കഴിയില്ലായിരിക്കും, അങ്ങനെയൊക്കെയാണ്. എന്ത് കേസ് ആണെങ്കിലും എഴുതി കഴിഞ്ഞവർ ചെയ്യേണ്ട കാര്യം അവര് ഹാൻഡ് റൈസ് ചെയ്യാം, എന്നിട്ട് അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാം. ഇൻ കേസ് ഇപ്പൊ നിങ്ങളുടെ എഴുതി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് മാം ഞാൻ ലീവ് ചെയ്തോട്ടെ, എന്റെ കഴിഞ്ഞു, മാം ഞാൻ അപ്ലോഡ് ചെയ്തു, ഞാൻ ലീവ് ചെയ്തോട്ടെ, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. കാരണം ഇപ്പൊ 31 പേരുണ്ട് ക്ലാസ്സിൽ. ഇങ്ങനെ ഇടയിൽ ഓരോരുത്തർ ഇത് വന്ന് ചോദിക്കുമ്പോൾ എക്സാം എഴുതുന്നവർക്ക് അത് ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾക്ക് ലീവ് ചെയ്യാനുള്ള ടൈമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഓക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞവർ ലീവ് ചെയ്തോളൂ എന്ന് ഞാൻ പറയാം. ആ സമയത്താണ് ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നവർക്ക് ലീവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ എക്സ്ട്രാ ടൈം ഉണ്ട്, നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക. അതായത് നിങ്ങളുടെ ആൻസർ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യുക. പിന്നെ നല്ല വൃത്തിക്ക് ഒരു ഇതിൽ കൂടുതൽ ടൈം തരാൻ പറഞ്ഞാൽ അതും തരാൻ പറ്റില്ല. ഹാഫ് ആൻ അവർ മാക്സിമം ടൈമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് നല്ല വൃത്തിയിൽ ഫോട്ടോ എടുത്ത് നല്ല ഓർഡറിൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡും കൂടെ ചെയ്യാം. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവരിവൺ. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആരും ക്യാമറ ഒന്നും ഓഫ് ചെയ്ത് വെക്കരുത്. എക്സാം ആണ്, എന്നെ കൊണ്ട് ഇനിയും ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എസ്പെഷ്യലി ഞാൻ പറയുന്ന ആൾക്കാര് ഒന്ന് ശ്രീത ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നിരഞ്ജൻ ക്യാമറ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസൂല് പറ്റുമെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുക, കാരണം നമ്മളൊന്നും സംസാരിക്കുന്നില്ല. ഇസാ തൻവീർ ക്യാമറ ഓൺ ചെയ്യുക. മൃദുൽ വിജയ്, ഇത്രയും പേരാണ് ക്യാമറയ്ക്ക് വേറെ റീസൺ ഒന്നും പറയാതെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവര്. അപ്പൊ ഇവര് എന്താണ് ഇത് ഇനി പറയിപ്പിക്കരുത്, ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണത്? ജസൂലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഓൺ ആക്കിക്കോ, കാരണം നമ്മളൊന്നും സംസാരിക്കുന്നില്ല. ഇയാളുടെ വീഡിയോ എനിക്ക് കണ്ടോണ്ട് കുഴപ്പമില്ല, സംസാരിക്കുമ്പോഴല്ലേ ബ്രേക്ക് ആവുള്ളൂ. അവിടെ ഇരുന്ന് എക്സാം എഴുതുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, യെസ് മാം, എന്റെ വീഡിയോ ആണെങ്കിൽ എങ്ങനെ ഇതിന്ന് മീറ്റിംഗിന്ന് പുറത്തോട്ടാവുമ്പോ കാണാൻ പറ്റത്തില്ല. അത് നമുക്ക് നോക്കാം എന്തായാലും. ആരും വീഡിയോ ഇന്റൻഷനലി ഓഫ് ചെയ്യരുത്, ബാക്കി ഞാൻ പറയാം. ശരിക്കും അത് ഓഫ് ആവില്ല. എന്താണ് നെക്സ്റ്റ്? മൃദുലാണ്. ഞാൻ ഇന്ന് അമ്മ ലേറ്റ് ആയാ വന്നത്, അതുകൊണ്ട് ഞാൻ വേറെ ഡിവൈസിൽ നിന്ന് എക്സാം അല്ല ക്ലാസ്സിൽ കയറിയേക്കുന്നു. അവിടെ ക്യാമറയുടെ സൈഡിലായിട്ട് റെഡിലായിട്ടൊരു അത് പെർമിഷൻ കൊടുക്കാനിട്ടാ. ഓക്കെ, അത് ക്ലാസ് ടീച്ചറിനോട് ഇൻഫോം ചെയ്യണം കേട്ടോ. ഈ റീസൺ കൊണ്ടാണ് ക്യാമറ ഓഫ് ആയത് എന്നുള്ളത്. കാരണം ഇത് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കോള് പോകും. ഇത് ഓണാക്കി വെക്കാത്തവർക്ക് എല്ലാവർക്കും കോള് പോകും. അപ്പോ എന്താ പറയാ, നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും കോള് വരുന്നതും വരാത്തതും. മാക്സിമം എല്ലാവർക്കും കോള് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ഉള്ളവർക്ക്. അപ്പൊ ജെന്യൂൻ റീസൺ ഉള്ളവർ അത് പറയാ, ഇന്ന റീസൺ കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ എല്ലാരും നന്നായിട്ട് എക്സാം എഴുതുക. ഞാൻ എക്സാം ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ എല്ലാവരും റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്, ഞാൻ എക്സാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ മാക്സിമം ഹാഫ് ആൻ അവർ ആണ് ടൈം. ഞാൻ പറയാതെ ആരും മീറ്റിംഗിന് ലീവ് ചെയ്ത് പോവരുത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, ആരും അനാവശ്യമായി മൈക്ക് ഓൺ ചെയ്ത് അനാവശ്യമായി വെക്കരുത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താണ് മൈക്ക് ഓഫ് ചെയ്യണം. ക്ലിയർ? അപ്പോ എല്ലാരും ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. നീരജിന് എക്സാം കിട്ടിയോ? നീരജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എക്സാമിന് ആൻസർ എല്ലാം കാണാം. ആൻസറോ? ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് മാം. ആ ക്വസ്റ്റ്യനില് മാം എല്ലാ ആൻസർ ഉണ്ട് മാം. ഇപ്പൊ എക്സാം പോയില്ലേ? ആൻസർ കാണണേ.
വെയിറ്റ് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അതല്ല നിങ്ങളുടെ പേപ്പർ. ഒരു മിനിറ്റ് നിൽക്ക്, ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ഒറ്റ മിനിറ്റ്. ഈ പേപ്പറിൽ നിങ്ങൾക്ക് എക്സാം ഇല്ലല്ലോ. ഐ മീൻ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്യാം. മാം ഡെയിലി എക്സാമിന്റെ ആൻസർ കീയാണ് ഡെയിലി എക്സാമിന്റെ ആൻസർ കീ ആണ് വന്നത്. അത് വിട്, ഞാനിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. അത് ഇന്ന് കുറച്ച് ലാസ്റ്റ് മിനിറ്റില് ലാഗ് ആയപ്പോ പറ്റിപ്പോയത്. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യ എക്സാം. എല്ലാരും ഒന്ന് ചെക്ക് ചെയ്തേ. എക്സാം കിട്ടിയായിരുന്നോ ഇപ്പോ? ഇല്ല മാം, എനിക്ക് കിട്ടിയില്ല. ഒരു മിനിറ്റ്. അഞ്ജലിന് ആൻസർ കിട്ടിയോ? എനിക്ക് കിട്ടിയായിരുന്നു. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ കിട്ടാത്തവരുടെ നെറ്റ് ഇഷ്യൂ ആണ്. എല്ലാവരും റിഫ്രഷ് ചെയ്ത് നോക്കുക, കിട്ടും. ഓക്കെ, നേരത്തെ വന്ന എക്സാം ഒന്നല്ല. ഇനി ആരും മണ്ടത്തരം കാണിച്ച അതിലെ ആൻസർ ആണെന്ന് വിചാരിക്കരുത്. അത് പേപ്പർ മാറിയതാണ്, സോറി. അത് ഞാൻ ഇന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത സമയത്ത് മാറിപ്പോയതാ. ഇപ്പൊ എല്ലാവർക്കും ഒരു എക്സാം പേപ്പർ കിട്ടിയല്ലോ, അതാണ്. ഓക്കെ, അതും നേരത്തെ ചെയ്ത പേപ്പർ തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഞാൻ ഓക്കെ കിട്ടി മാം. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്തോ? എന്താണ് മൃദുൽ വിജയ്, അനാവശ്യമായി ആരും ഹാൻഡ് റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് വെക്കാനോ പറ്റില്ല. പറഞ്ഞോ. 5 questions ഉള്ളോ? 5 ക്വസ്റ്റ്യനോ? 5 ക്വസ്റ്റ്യൻ ആണോ? അലോകയ്ക്ക് ആൻസർ കിട്ടിയായിരുന്നോ? ഐ മീൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയായിരുന്നോ? കിട്ടി. അതിൽ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലല്ലോ? 10 ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടൽ. 10 ഉണ്ട്, പ്ലസ് അതിൽ സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. 10 ക്വസ്റ്റ്യൻ ആണ്. മെയിൻ ക്വസ്റ്റ്യൻസ് 10 പിന്നെ സബ് ക്വസ്റ്റ്യൻസും. ഓക്കെ, ഇനി എല്ലാരും ചെയ്തോ? ഇനി കൂടുതൽ സംസാരിക്കേണ്ട. ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ടൈം. എല്ലാരും ചെയ്യാ. ഓക്കെ, യെസ്. മാം, യെസ്. എന്താണ് ജസൂൽ അഹമ്മദ്? ജസൂൽ അഹമ്മദിന് എപ്പോഴും ഡൗട്ടാ, പറഞ്ഞോ. ജസൂലല്ല മാം.
പിന്നെ ആരാണ്? ഞാൻ ജസൂലാന്ന് വിചാരിച്ചു സൗണ്ട് കേട്ടപ്പോ. പറഞ്ഞോ ധ്യാൻ. ധ്യാൻ. ധ്യാനിന് എപ്പോഴും ഡൗട്ടാ, പറഞ്ഞോ. മാം ആ 5th ക്വസ്റ്റ്യൻ ആൻസർ സോറി എന്തോ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ? സിക്സ്ത് സിംപ്ലിഫൈ ദ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ. അതിനെന്താ കുഴപ്പം? സിംപ്ലിഫൈ ചെയ്യണം. ആ അങ്ങനെ. ആ ആ ഓക്കെ. ആ എന്താണ് നിരഞ്ജൻ, എക്സാം കഴിഞ്ഞു എന്നാണോ? അല്ല പക്ഷെ എനിക്ക് 6th ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ എന്ന് മനസ്സിലായില്ല. സിംപ്ലിഫൈ എന്ന് പറഞ്ഞുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ അതാരും വീണ്ടും വീണ്ടും ഡൗട്ട് വെക്കണ്ട. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാ എക്സ്പ്രഷനെ. പറ്റുമെങ്കിൽ ആ വാല്യൂ എഴുതിക്കോ. ആ വാല്യൂ മാത്രം എഴുതിയാൽ മതിയോ? വാല്യൂ മാത്രം എഴുതല്ല, അതിന് നിങ്ങൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തു ആ സ്റ്റെപ്പും കൂടെ എഴുതിക്കോ.
Ma'am, fifth question, we should write our own answer. ഫിഫ്ത് ക്വസ്റ്റ്യനോ? Fifth association. അസോസിയേഷൻ അല്ല, അത് അസേഷൻ ആണ്. That one. അസേഷൻ റീസൺ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാറ്? അസേഷൻ ശരിയാണോ റീസൺ ശരിയാണോ? റീസൺ കറക്റ്റ് ആയിട്ട് അസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അതാണ് അതിന്റെ ആൻസർ. ഓൺ ആൻസർ എങ്ങനെയാ എഴുതുക അതിന്? ആ ക്വസ്റ്റ്യനില് ഫസ്റ്റ് വന്നില്ലേ, അതിന് ഓപ്ഷൻ ഉണ്ട്, ഫിഫ്ത് വണ്ണിന് ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മളെ രീതിക്കാണ് എഴുതേണ്ടത്. മോനെ, ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഒന്ന് നേരെ വായിച്ചേ. ഇത് നിങ്ങൾക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനും ബാധകമായിട്ടുള്ളതാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ആ റീസൺ അത് വായിച്ചിട്ട് എഴുതാൻ അറിയില്ലേ? നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ABCD എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഫോർത്ത് ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യന് അതിന് അക്കോർഡിംഗ് ആയിട്ട് എഴുതാനാണ്. അതിൽ ഏത് ഓപ്ഷൻ ആണോ കറക്റ്റ് അത് എടുത്ത് എഴുതുക. ഓക്കെ. എന്താണ് അശ്വന്ത്, പറഞ്ഞോ. എന്താ പറയാ, സെവൻത്ത് ക്വസ്റ്റ്യനിൽ എന്താ പറയാ, നമുക്ക് ടേംസ് എത്ര ടേംസ് ആണുള്ളത്, അതോ ഏതൊക്കെ ടേംസ് ആണ് എഴുതേണ്ടത്? ഫൈൻഡ് ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എക്സ്പ്രഷന്റെ. പിന്നെ ടേംസും എഴുതണം. ടേംസ് എഴുതും വേണം, എക്സ്പ്രഷന്റെ വാല്യൂ കണ്ടുപിടിക്കും വേണം. മാം യെസ്, ജസുൽ അഹമ്മദ് അല്ലേ? ആരാണ് വിളിച്ചത്? ധ്യാൻ വിനീതോ? പറഞ്ഞോ. മാം, ആ 9th ക്വസ്റ്റ്യൻ ഇല്ലേ, അതിനകത്ത് ആ 3 കുട്ടികളുടെ അവരുടെ 3 വർഷം കഴിയുമ്പോഴുള്ള വയസ്സാണോ, അതോ ആ 3 വർഷം കഴിയുമ്പം 3 അവർക്ക് വർഷം കഴിയുമ്പോഴുള്ള അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും കൂടെ ഏജ് ആണോ? എല്ലാവരുടെയും കൂടെ എഴുതണം. എക്സ്പ്രഷൻ എഴുതണതിന്റെ ടോട്ടൽ ഏജ് ഓഫ് 3 കിഡ്സ് ഇൻ എ ഫാമിലി ഇപ്പൊ 27 ഇയർ ആണ്. അപ്പോ ടോട്ടൽ ഏജ് ഓഫ് ദം ആഫ്റ്റർ 3 years ആണ് നിങ്ങൾ എഴുതേണ്ടത്. എക്സ്പ്രഷനും എഴുതണം, ടോട്ടൽ വയസ്സും എഴുതണം. മാം, എക്സ്പ്രഷൻ എഴുതണോ? എക്സ്പ്രഷനും വയസ്സും എഴുതണം. ഓക്കെ, രണ്ടും എഴുതണം.
എന്താണ് നിരഞ്ജൻ ഹാൻഡ് റൈസ് ചെയ്തത്? എന്താണ്? നമ്മൾ 8th ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ എക്സ്പ്രഷനോ നോക്കണ്ടല്ലോ, അതിന്റെ വാല്യൂ ആണോ? 8th ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻ എഴുതുക, then അതിന്റെ വാല്യൂ എഴുതുക. ഓക്കെ മാം. മാം എന്താണ് ധ്യാന? ഒരു എക്സാം ആണ്, എത്ര ഡൗട്ടാ ചോദിക്കുന്നത്? എന്താണ് ധ്യാന്റെ പുതിയ ഡൗട്ട്? മാം ലാസ്റ്റ് മറ്റേ നയൻത് എനിക്കുണ്ടല്ലോ. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞോ. അത് ഇനി ഞാൻ പറഞ്ഞില്ല. ninth അത് question 9th ക്വസ്റ്റ്യൻ അല്ല, അത് ഇനി ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ ഓൾറെഡി ഒരു വട്ടം പറഞ്ഞു തന്നു എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി ഞാൻ പിന്നെ ആൻസർ പറഞ്ഞു തരണോ? ഞാൻ അത് ആൻസർ പറഞ്ഞു തരാൻ അല്ല. പറ്റില്ല. പിന്നെ ഒന്നുമില്ല. അത് സ്വന്തമായിട്ട് ചെയ്യാം. അതിപ്പോ ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ അത് ആൻസർ പറയേണ്ടി വരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരാൾക്ക് ആൻസർ പറഞ്ഞു തന്നാൽ ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ പറ്റില്ല, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം. ഒരാള് പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കുകയാണ് ബാക്കിയുള്ളവർ, അപ്പൊ എല്ലാവരും ചോദിക്കും. അപ്പൊ എനിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ നീരജ്, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് അവിടെ ഇരുന്നോ. ഞാൻ പറയാം എപ്പോഴാണ് ലീവ് ചെയ്യാൻ പറ്റാന്ന്. ക്ലിയർ? ഓക്കെ, അഭിജിത്തിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ കഴിഞ്ഞവർ ഹാൻഡ് റൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം ഹാൻഡ് റൈസ് ചെയ്തിട്ട് അവിടെ ഇരുന്നോ. ഞാൻ പറയാം നിങ്ങൾക്ക് എപ്പോഴാണ് ലീവ് ചെയ്യാൻ പറ്റാന്ന്. ഇപ്പോ നേരത്തെ നെസ്ന ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. അപ്പൊ കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്തെങ്കിൽ ഹാൻഡ് ഡൗൺ ചെയ്യണ്ട. ഓക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കീപ് യുവർ ഹാൻഡ്സ് റേസ്ഡ്. ഓക്കെ, അപ്പോഴാണ് എനിക്ക് കറക്റ്റ് കൗണ്ട് കിട്ടുക എത്ര പേരുടെ ചെയ്ത് കഴിഞ്ഞു. ഒരു ഗുഡ് നമ്പർ ഓഫ് ആൾക്കാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുപേരൊക്കെ ഞാൻ ലീവ് ചെയ്യാൻ അലോ ചെയ്യാം. ഓക്കെ.
എക്സ്ക്യൂസ് മീ മാം. പറഞ്ഞോ. അവര് 10th ക്വസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് രഘു ഹാസ് നൗ. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ അതിലില്ലല്ലോ. ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ആൻസർ അതിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, കൺഫ്യൂഷൻ. ഓക്കെ മാം. അതിനെന്താ കുഴപ്പം? കറക്റ്റ് ആണല്ലോ, അതില് നോ നീഡ് ഓഫ് ഡൗട്ട്. This the Rashwant. അതിൽ ആൻസർ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഒരു കാര്യം ചെയ്തോ, എക്സാം എഴുതി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞവര് ഇപ്പോ ലീവ് ചെയ്തോ. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കുക, എഴുതി അപ്ലോഡ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മാത്രം ലീവ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ബൈ ബൈ. My exam finished. ആരാണത്? Jazul. ജസൂല് അപ്ലോഡ് ചെയ്തായിരുന്നോ? ജസൂലെ Yes, submit ചെയ്തു. ഓക്കെ, ലീവ് ചെയ്യും. Good night, ma'am. ഗുഡ് നൈറ്റ്. ഞാൻ സബ്മിറ്റ് ചെയ്ത്. ഓക്കെ, സബ്മിറ്റ് ചെയ്തവര് ലീവ് ചെയ്തു. സബ്മിറ്റ് ചെയ്തവര് മാത്രം. മാം സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ലീവ് ചെയ്തു. Can I leave? Yeah, you can. Thank you so much, ma'am. See you. Good night, ma'am. Okay, good night. Bye.
Ma'am, I also uploaded. Okay. മാം പറഞ്ഞോ. മാം എന്റെ എക്സാം എഴുതി കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തപ്പോ ഇങ്ങനെ മീറ്റിംഗ് ലോഡിങ് ഉണ്ടായി. പിന്നെ കുറച്ചു നേരം ഇത് പറഞ്ഞത് ഫെയിൽഡ് എന്ന് പറയാൻ, ഫെയിൽഡ് ടു സബ്മിറ്റ് എക്സാം. ഇയാളൊരു കാര്യം ചെയ്യ്, ഇപ്പൊ സബ്മിറ്റ് ആയോ? ഇപ്പൊ സബ്മിറ്റ് ആയോ? ഹലോ ഹലോ ഞാനിപ്പോ ക്ലാസ് ടീച്ചർ മറ്റു ഷെഡ്യൂൾഡ് അല്ലെന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യും, അത് ഒരു സ്ഥലം മാറിയിട്ട് കുറച്ച് റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിട്ട് നിന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഇയാൾക്ക് റേഞ്ച് ഇല്ലാത്തതാണ് പ്രശ്നം. ഓക്കെ, ആ സെയിം സാധനം കുറച്ച് റേഞ്ച് ഉള്ള ഏതൊരു സ്ഥലത്ത് പോയിട്ട് നിന്നിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അപ്ലോഡ് ആവും. Excuse me, ma'am. Yes, who is that? Have been uploaded. കാണിക്കുന്നില്ല മാം. ശ്രേയ ആണോ? എന്താണ് ശ്രേയ? ഈ പറഞ്ഞ എക്സാം കിട്ടിയില്ല, ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോ ഫെയിൽ ടു സബ്മിറ്റ് എക്സാം എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇയാളുടെ പ്രശ്നം റേഞ്ച് ഇഷ്യൂ ആണ്. അപ്പൊ കുറച്ച് വേറെ സ്ഥലത്ത് പോയി നിന്നിട്ട് കുറച്ച് റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയി അപ്ലോഡ് ചെയ്യൂ. അപ്ലോഡ് ചെയ്യാനൊന്നുമില്ല, എക്സാം ഷെഡ്യൂൾഡ് അല്ലാന്ന് പറഞ്ഞത്. എക്സാം ഷെഡ്യൂൾഡ് അല്ലാന്നോ? ഇത്രയും പേര് 10-30 പേർക്ക് എല്ലാവർക്കും കിട്ടിയിട്ട് ഇപ്പൊ ശ്രേയക്ക് എന്താണ് ഇഷ്യൂ? അല്ല, എഴുതി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തപ്പോ ഫെയിൽഡ് എക്സാം പറഞ്ഞ് ഞാൻ റിഫ്രഷ് ചെയ്ത് നോക്കിയപ്പോ നോ എക്സാം ഷെഡ്യൂൾഡ് ഫോർ ടുഡേ. അപ്ലോഡ് ആയിട്ടില്ല. നിങ്ങളുടെ എക്സാം ആക്റ്റീവ് ആണല്ലോ ഇപ്പോ, പിന്നെ എങ്ങനെ അങ്ങനെ കാണിക്കുന്നത്? അതെന്തോ ടെക്നിക്കൽ എറർ ആണ്. ശ്രേയ ഒരു കാര്യം ചെയ്യുക, എന്തായാലും എക്സാം പേപ്പർ ഒക്കെ കിട്ടിയിട്ട് എഴുതി കഴിഞ്ഞല്ലോ. ഹലോ, എഴുതി കഴിഞ്ഞെങ്കില് ഒരു കാര്യം ചെയ്തോ, ഒന്നുകില് സ്ഥലം മാറിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കുക, അപ്പൊ വരുന്നുണ്ടോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അത് ചിലർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇഷ്യൂ വരും. ഓക്കെ, അത് നിങ്ങൾക്ക് കറക്റ്റ് ആവും പിന്നെ. ഓക്കെ, എഴുതിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് ചെയ്തോ. ഓക്കെ മാം, ബൈ മാം. ബൈ ബൈ. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും പെട്ടെന്ന് എക്സാം തീർക്കുക. നിങ്ങളുടെ ടൈം ഓൾറെഡി എന്താ പറയാ, ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, ഇനി വീണ്ടും ഇരുന്ന് എഴുതാനുള്ള ടൈം അല്ല, നിങ്ങൾക്ക് ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ്. സോ അപ്ലോഡ് ചെയ്ത് കഴിയാത്തവര് എത്രയും പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്താണ് ആൻഡ്രിയയുടെ കഴിഞ്ഞു എന്നാണോ? കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക.
ഓക്കെ, ശ്രേയൻ ശ്രീതയാണ് ഇനിയിപ്പോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിക്കേ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഓക്കെ, ശ്രീതയെ മാത്രമാണ് ഇനി സബ്മിറ്റ് ചെയ്യാനുള്ളത്. ടൈം അപ്പ് ഓൾറെഡി. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്തിട്ട് ലീവ് ചെയ്തോളൂ കേട്ടോ. Okay, let's just wind up the session over here. Bye. See you in the next class. Good night.